Dear students, today we start a new chapter, that is binomial distribution. Binomial distribution is a discrete probability distribution. It was designed by a Swiss mathematician, James Bernoulli, and therefore binomial distribution is commonly known as Bernoulli distribution. As per binomial distribution, every random experiment has two outcomes. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തെയെല്ലാം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. രണ്ട് ഔട്ട്കമേ റാൻഡം എക്സ്പെരിമെൻറ്റ്സിനുള്ളൂ. അവ ഏതൊക്കെയാണ്? ദേ ആർ ഒക്കറൻസ് ഓഫ് ദി ഇവൻറ്റ് ആൻഡ് നോൺ ഒക്കറൻസ് ഓഫ് ദി ഇവൻറ്റ്. Occurrence of the event is called success and non-occurrence of the event is called failure. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിനെ സക്സസ് ഫെയിലിയർ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തെ സക്സസ് ഫെയിലിയർ എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് ഓരോന്നും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. കോയിൻ ടോസിങ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇൻ ടോസിങ് എ കോയിൻ ദർ ആർ ടു ഔട്ട്കംസ്. ഓക്കെ, ഹെഡും ടെയിലും ആണെന്ന് നമുക്കറിയാം. അതിൽ ഇഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ട്രീറ്റഡ് ആസ് സക്സസ്, നമ്മൾ സക്സസ് ആയിട്ട് കണക്കാക്കുന്നത് ഹെഡ് കിട്ടുക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോട്ട് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഫെയിലിയർ, അല്ലെങ്കിൽ ഗെറ്റിംഗ് ടെയിൽ ഈസ് ഫെയിലിയർ. ഓക്കെ, ഹെഡ് അല്ലാത്തത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് ഫെയിലിയറാണ്. ക്ലിയർ? അനദർ എക്സാമ്പിൾ നോക്കൂ. ഇൻ ത്രോയിങ് എ ഡൈ, ഇഫ് ഗെറ്റിംഗ് 3 ഈസ് സക്സസ്, 3 എന്ന നമ്പർ കിട്ടുക സക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റേത് നമ്പർ കിട്ടിയാലും 1, 2, 4, 5, 6, ഓക്കെ, ഈ നമ്പറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 3 അല്ലാത്ത മറ്റ് 5 നമ്പർ കിട്ടിക്കഴിഞ്ഞാലും അത് ഫെയിലിയറാണ്. അപ്പോൾ അവിടെ ഇനി 3 അല്ല, നമ്മൾ 5 കിട്ടുക, 5 എന്ന നമ്പർ കിട്ടുക, അതാണ് സക്സസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 6 ഈ 5ഉം ഫെയിലിയറിനെ സൂചിപ്പിക്കുന്നതാണ്, നോൺ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്. ഓക്കെ, അങ്ങനെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തെ സക്സസ് ഫെയിലിയർ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവയുടെ ആ സക്സസിൻ്റെ അല്ലെങ്കിൽ അതേപോലെ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Clear? Then what is the definition of binomial distribution? A random variable R is said to follow binomial distribution if its probability function is P of R equal to NCR P raised to R Q raised to N minus R. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. അതായത് ഒരു റാൻഡം വേരിയബിൾ ആർ എന്നാണ് അതിൻ്റെ ആ റാൻഡം വേരിയബിൾ ആർ എന്നാണ് വിചാരിക്കുക. ആ ആർ എന്ന റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കണക്കാക്കും. എങ്ങനെ? എപ്പോൾ? ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫങ്ഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി ഫങ്ഷൻ അല്ലെങ്കിൽ അവ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ആ ഫോളോ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ അല്ലെങ്കിൽ PDF, probability density function or PDF, is P of R equal to NCR P raised to R Q raised to N minus R. ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, R എന്ന റാൻഡം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറയാം. നമുക്ക് നോക്കാം ഇതെന്താണ് NCR P raised to R Q raised to N minus R. ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് എന്നാണ്, എത്ര തവണ റാൻഡം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ആ കോമ്പിനേഷനാണ്, നമ്മൾ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്, കൗണ്ടിങ് ടെക്നിക് കോമ്പിനേഷൻ, അതാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ N ട്രയൽസ്. ഓക്കെ, അപ്പോൾ
n ട്രയൽസ് ആണുള്ളത്, അതിൽ എത്ര ഹെഡ് കിട്ടണം. അപ്പോൾ 0 മുതൽ n വരെയുള്ള സക്സസ് സംഭവിക്കാം. ഓക്കെ, അതിൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടെ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 0 ആകാം, n വരെയാകാം. 0 മുതൽ n വരെയുള്ള ഏത് നമ്പറും ആകാം 6. ഓക്കെ, ദെൻ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. എത്ര തവണ റാൻഡം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു തവണ ആ റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് സക്സസ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ഒരു കോയിൻ 5 തവണ ടോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 കോയിൻ ഒരു തവണ ടോസ് ചെയ്യുന്നു, ഒന്നിച്ച് ടോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 0 മുതൽ 5 ഹെഡ്സ് വരെ കിട്ടാം. പക്ഷേ എത്ര തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഓക്കെ, അപ്പോൾ ആ 1/2 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ആണ്. ഓക്കെ, അതിനെയാണ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു തവണ റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ സക്സസ് അല്ലാത്തത് സംഭവിക്കാനുള്ള സാധ്യത എന്താണ്. അതെല്ലായ്പ്പോഴും ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സക്സസും ഫെയിലിയറും ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ 1 ആയിരിക്കും. അതുകൊണ്ട് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 1 - p ആണ് എന്ന് പറയാം. 1 - p എത്രയാണോ അതാണ് ക്യൂയുടെ ന്യൂമറിക്കൽ വാല്യൂ വരിക. ഓക്കെ, ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ. ക്ലിയർ? ഇനി നമുക്ക് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസ് വേർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ് നോക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദി അണ്ടർലൈയിങ് അസംഷൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ് വെൻ the random experiment has 2 outcomes, they are success and failure. റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവേണ്ടത്, അവ സക്സസ്സും ഫെയിലിയറാണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തെ സക്സസ് ഫെയിലിയർ എന്നിങ്ങനെ 2 ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ സിറ്റുവേഷനിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. Number 2, the probability of success in a single trial remains constant. നമ്മൾ ഡെഫിനിഷനിൽ നേരത്തെ കണ്ടു, പി സ്മോൾ പി എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എല്ലായ്പ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ ചേഞ്ച് വരില്ല. നമ്മൾ എത്ര തവണ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണല്ലോ. ആ 1/2 എന്നുള്ളത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തേർഡ് കേസ്, ദി എക്സ്പെരിമെൻ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസിലായിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ആവാൻ പാടില്ല. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, കോയിൻ ടോസ് ചെയ്യുന്നത് 10 തവണയാണ്, അല്ലെങ്കിൽ 5 കോയിനാണ് ടോസ് ചെയ്തിരിക്കുന്നത്. ആ നമ്പർ ഓഫ് ടൈംസ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ്, ദാറ്റ് മസ്റ്റ് ബി ഫൈനൈറ്റ്. ഓക്കെ, ഫോർത്ത് ആൻഡ് ലാസ്റ്റ് assumption or last situation is the trials are independent. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ട്രയൽസ് ഉണ്ടല്ലോ, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഒരു തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം ഒരിക്കലും അടുത്തതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രയൽസ് ആയിരിക്കണം. ഈ 4 സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസംഷൻസാണ് ഈ 4 എണ്ണം. അങ്ങനെ ഈ 4 ബേസിക് അസംഷൻസ് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ട്രയൽസിനെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ബെർണൗളി ട്രയൽസ് എന്നാണ്. ബിക്കോസ് ഈ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ബേസിക് അസംഷൻസിനെ
ബേസിക് അസംഷൻസ് ഫോളോ ചെയ്യുന്ന ട്രയൽസിനെ നമുക്ക് പൊതുവെ അറിയപ്പെടുന്നത് ബെർണൗളി ട്രയൽസ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads? ഈ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്ന ഭാഗത്ത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാതെ, വിത്തൗട്ട് യൂസിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads, 3 coins ആണ്. കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ 3 തവണ ടോസ് ചെയ്യുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ് വരിക, ടോട്ടൽ ഔട്ട്കംസ് ഏതൊക്കെയാണ്, എത്രയൊക്കെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്നാണ്. അപ്പോൾ 3 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണെന്നൊന്ന് എഴുതി നോക്കി. HHH വരാം, HHT, HTH, THH, TTH, THT, HTT ആൻഡ് TTT എന്നിങ്ങനെ 8 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കംസ് ആണ് വരുന്നത്. 3 തവണ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 2⁻³ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2⁻³ എന്ന് പറയുമ്പോൾ 2 × 2 × 2 8. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. 8 ആണ്. ആ ഔട്ട്കംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 2 ഹെഡ് കിട്ടുക എന്നുള്ളതാണ് ഫേവറബിൾ. 2 ഹെഡ് കിട്ടുക എന്നുള്ളത് എവിടെയൊക്കെ വരുന്നത്? ഇതിൽ 2 ഹെഡ്, ഇവിടെ 2 ഹെഡ്, ഇവിടെ 2 ഹെഡ്. അപ്പോൾ ടോട്ടൽ 8 ഔട്ട്കംസ്. അതിൽ ഫേവറബിൾ ഔട്ട്കം 3 ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ഈസ് ഈക്വൽ ടു 3/8. ഫേവറബിൾ ഔട്ട്കം 3, ടോട്ടൽ ഔട്ട്കം 8. 3/8 ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ പ്രോബബിലിറ്റി വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ PDF എന്ന് പറയുന്നത് എന്തായിരുന്നു? P of R ഈക്വൽ ടു NCR P⁻R Q⁻n−R എന്നാണ്. ഇനി ഇവിടെ വേണ്ട വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന്. കോയിൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 തവണ. N എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ 3 times റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഹെഡാണ് കിട്ടേണ്ടത്. അപ്പോൾ ഗെറ്റിംഗ് ഹെഡാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര വരെ ഹെഡ് കിട്ടാം? 3 ഹെഡ് വരെ കിട്ടാം. 0 മുതൽ 3 heads വരെ കിട്ടാം. ആ സക്സസിൻ്റെ എണ്ണം 0, 1, 2, 3 എന്നൊക്കെ ആവാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads. അപ്പോൾ സക്സസിൻ്റെ എണ്ണം 2 ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ R എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ R 0 മുതൽ ഈ N വരെയാകാം. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് R 2 ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ N-ഉം R-ഉമായി. ഇനി വേണ്ടത് P ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയലാണ്. കോയിൻ ഒറ്റ തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണെന്ന് നമുക്കറിയാം. Q എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 - P ആണ്. അപ്പോൾ 1/2 തന്നെ. ഇനി ഈ വാല്യൂ ഒക്കെ ഈ PDF-ൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എങ്ങനെ വരും? N 3 ആണ്. അപ്പോൾ 3C2 1/2⁻², 1/2⁻³ - 2 എന്ന് വരും. നോക്കൂ, 3C2 1/2⁻², 1/2⁻³ - 2 എന്ന്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3C2 എന്നുള്ളത് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ,
പിന്നെ 1/2 എന്നുള്ള 1/2 ഇൻറ്റു 1/2. ഇവിടെ 1/2 3 - 2 എന്ന് പറഞ്ഞാൽ 1/2 1/2 അതായത് 1/2. ഓക്കെ, അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 വരും. അപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ, അത് 1 ഉള്ളൂ. ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. അപ്പോൾ 2 ഇതും കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തേ ഉണ്ടാവും? 3 ഫാക്ടോറിയൽ ഉണ്ടാവും ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇൻറ്റു 1/8. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3 ആണ് വരിക. 3 ഇൻറ്റു 1/8 3/8. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാതെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ടോട്ടൽ ഔട്ട്കംസ് എഴുതി നോക്കിയാലാണ് നമ്മൾ ആ 2 ഹെഡ്സ് ഉള്ള ആ ഫേവറബിൾ ഔട്ട്കത്തിൻ്റെ എണ്ണം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ എഴുതി നോക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് ആ ഫേവറബിൾ ഔട്ട്കംസ് എഴുതി നോക്കാതെ, അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4 coins are tossed simultaneously. What is the probability of getting no head, 1 head, 2 heads, 3 heads and 4 heads? അപ്പോൾ ഇവിടെ 4 coins ആണ് ടോസ് ചെയ്യുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഹെഡ് കിട്ടുക എന്നാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡാണ് പറയുന്നത്. ഹെഡ് കിട്ടുക എന്നുള്ളത് സക്സസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ 4 കോയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഹെഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് 0 മുതൽ 4 വരെ വരും. ഓക്കെ, അപ്പോൾ 0 ഹെഡ്, നോ ഹെഡ്, 1 ഹെഡ്, 2 ഹെഡ്, 3 ഹെഡ്, 4 ഹെഡ്സ്. അതാണ് ആ 5 സിറ്റുവേഷനിലും 1, 2, 3, 4, 5 സിറ്റുവേഷനിലുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? P(r) = NCR P⁻r Q⁻n−r. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 കോയിൻ ആകുന്ന സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആ ഔട്ട്കംസ് ഏതൊക്കെയാണ് എന്ന് എഴുതി നോക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. 5 കോയിൻ ആകുന്ന സമയത്ത്, 6 കോയിൻ ആകുന്ന സമയത്തൊക്കെ ഇത് എഴുതി നോക്ക് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്, P(of no head) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 0 ആണ് എന്നർത്ഥം. P(r) = 0. അപ്പോൾ 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 4 ഹെഡ് വരെ നമുക്ക് കിട്ടാം. പക്ഷേ ആ 0 ആകാൻ, 0 മുതൽ 4 ഹെഡ് വരെ ആകാം. അതിൽ ഹെഡിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ 0 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞാൽ P(r) = 0. ഓക്കെ, n എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ 6 0. P എന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രയലിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. Q 1 - P ആണ്, മീൻസ് 1/2. അപ്പോൾ P(r) = 0 ഈസ് 4C0 എന്ന് പറഞ്ഞാൽ NCR എന്ന് പറഞ്ഞാൽ n 4 ആണ്, CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 4C0 ഇൻറ്റു 1/2 1/2 -4 ഈക്വൽ ടു 4C0 ഇൻറ്റു 1 ഇൻറ്റു 1/2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 0 ഹെഡ് കിട്ടുക, അല്ലെങ്കിൽ എല്ലാം ടെയിൽ, 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 0 ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 4 ടെയിൽ കിട്ടുക. 4 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/16 ആണ്. നമ്മൾ എഴുതി നോക്കാതെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ക്ലിയർ? 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അപ്പോൾ അതങ്ങനെ എക്സ്പ്രസ് ചെയ്യുക. P(r) = 1. ഓക്കെ, അപ്പോൾ n നേരത്തെ പറഞ്ഞു 4 ആണ്. 6 1 ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P 1/2 Q 1/2. അപ്പോൾ P(r) = 1 ഈസ് ഈക്വൽ ടു 4C1. n 4 ആണ്, R 1 ആണ്. 4C1 ഇൻറ്റു 1/2 R 1 ആണ്, 1/2 n-r 4 - 1. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത 1/4 എന്ന് കിട്ടും, അല്ലെങ്കിൽ 4/16. 4/16 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് കിട്ടും. ക്ലിയർ?
നമുക്ക് മൂന്നാമത്തേത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads പി ഓഫ് ആർ ഈക്വൽ ടു 2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6/16 കിട്ടും. പി ഓഫ് 3 heads പ്രോബബിലിറ്റി ഓഫ് 3 heads അത് 1/4 കിട്ടും, അല്ലെങ്കിൽ 4/16 കിട്ടും. പി ഓഫ് 4 heads ഈസ് ഈക്വൽ ടു 1/16 എന്ന് കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ പോസിബിൾ ഔട്ട്കംസ് എഴുതി നോക്കാതെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ? നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6 coins are tossed simultaneously. What is the probability of getting 4 heads? അപ്പം 4 ഹെഡ് കിട്ടാനുള്ള, അപ്പോൾ n 6 ആണ്, r 4 ആണ്. ഓക്കെ, അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ ടു NCR P⁻r Q⁻n−r ആണ്. n ഈക്വൽ ടു 6, r ഈക്വൽ ടു 4, p ഈക്വൽ ടു 1/2, q 1 - 1/2 = 1/2, and therefore p of r4 equal to 6c4 into 1/2⁴ into 1/2⁶ - 4. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 15/64 എന്ന് കിട്ടും, അതായത് 0.234 എന്ന് കിട്ടും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 6 times. അപ്പോൾ 6 coins ആർ ടോസ്ഡ് എന്ന് പറയുന്നതും എ കോയിൻ ഈസ് ടോസ്ഡ് 6 times എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് 3 or more heads? 3 അതിൽ കൂടുതലോ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന്. അപ്പോൾ 6 times കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡ് സ്വീകരിക്കാവുന്ന വാല്യൂസ് ഉണ്ടല്ലോ, 0 മുതൽ 6 വരെ ആകാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 3 or more heads. അപ്പോൾ 3 heads, 4 heads, 5 heads, 6 heads ഇത്രയും കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 3 അതിൽ കൂടുതലും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പി ഓഫ് ആർ ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 6. 6 times ആണ് കോയിൻ ടോസ് ചെയ്യുന്നപ്പോൾ ഹെഡ് 6 വരെ ആകാം. അപ്പോൾ 3-ൽ കൂടുതൽ, 3 അതിൽ കൂടുതലോ എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വരെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കണം. ഇവിടെ പി ഓഫ് ആർ ഈക്വൽ ടു 3 എത്രയാണ്, പി ഓഫ് ആർ ഈക്വൽ ടു 4 എത്രയാണ്, പി ഓഫ് ആർ ഈക്വൽ ടു 5 എത്ര, പി ഓഫ് ആർ ഈക്വൽ ടു 6 എത്രയെന്ന് കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യണം. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? പി ഓഫ് ആർ ഈക്വൽ ടു NCR P⁻r Q⁻n−r. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കുക. പി ഓഫ് ആർ ഈക്വൽ ടു 3 കാണുമ്പോൾ 6 n 6 ആണ്, ഇവിടെ r 3 ആണ്. അപ്പോൾ 6c3 1/2⁻³ 1/2⁻6 - 3 സിംപ്ലിഫൈ ചെയ്ത് 20/64 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ പി ഓഫ് ആർ ഈക്വൽ ടു 4 കണ്ടുപിടിച്ചാൽ 15/64 കിട്ടും. പി ഓഫ് ആർ ഈക്വൽ ടു 5 6/64 കിട്ടും. ദെൻ പി ഓഫ് ആർ ഈക്വൽ ടു 6 1/64 കിട്ടും. അപ്പോൾ ഇതെല്ലാം ടോട്ടൽ ചെയ്യാം. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 20/64 പ്ലസ് 15/64 പ്ലസ് 6/64 പ്ലസ് 1/64 ഈക്വൽ ടു 42/64 ഈക്വൽ 0.655 എന്ന് വരും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബോക്സ് കണ്ടെയ്ൻസ് 100 മെഷീൻ പാർട്സ് ഓഫ് ദി സെയിം ടൈപ്പ്. ഔട്ട് ഓഫ് ദീസ് 20 ആർ ഡിഫക്റ്റീവ്സ്. 10 are selected for inspection. Indicate what is the probability that all 10 are defectives, all 10 are good, at least 8 are defectives, at the most 3 are defectives. നോക്കൂ, ഇവിടെ box contains 100 machine parts of the same type. Out of these 20 are defective. ഈ 100-ൽ 20 defective ആണ് എങ്കിൽ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരൈറ്റം റാൻഡം സെലക്ഷൻ നടത്തുന്ന സമയത്ത് അത് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 20/100 ആണ്. സിംഗിൾ ട്രയലിൽ ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 20/100 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ആർ സെലക്റ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ. അപ്പോൾ 10 ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 10 വരെ നമുക്ക് ഡിഫക്റ്റീവ്സ് കിട്ടാം. മനസ്സിലായല്ലോ? 10 ഡിഫക്റ്റീവ്സ്, 0 മുതൽ 10 ഡിഫക്റ്റീവ്സ് വരെ കിട്ടാം. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓൾ 10 ആർ ഡിഫക്റ്റീവ്. ഡ്രോ ചെയ്തിട്ടുള്ള 10ഉം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്.
ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കൂ, പി ഓഫ് ആർ എൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഓഫ് ആർ ഈക്വൽ ടു എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ. പി ഈക്വൽ ടു ഞാൻ പറഞ്ഞു 1/5. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/5 4/5. ഓക്കെ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് സെലക്റ്റഡ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ ടു 10. 10ഉം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി 10C10 1/5 റേസ് ടു 10 ഇൻറ്റു 4/5 റേസ് ടു 10 മൈനസ് 10. ഓക്കെ, ഇപ്പോൾ 10C10 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/5 റേസ് ടു 10 ഇൻറ്റു 4/5 റേസ് ടു 10 മൈനസ് 10 0. 4/5 ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പവർ 0 ആയാൽ 1 ആണ്. അപ്പോൾ 1/5 റേസ് ടു 10. ഇത് 5നെ 10 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കി ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇത്രയും വലിയൊരു ഫിഗറാണ് കിട്ടുക. ഓക്കെ, നമുക്കിങ്ങനെ മാത്രം എഴുതാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ഗുഡ്. എല്ലാം ഗുഡ് ആകാനുള്ള പ്രോബബിലിറ്റി. എല്ലാം ഗുഡ് ആകുക എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ്സ് 0 ആകുക എന്നർത്ഥം. അതായത് പി ഓഫ് ആർ ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4/5 ഹോൾ റേസ് ടു 10 എന്ന് കിട്ടും. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 8 ആർ ഡിഫക്റ്റീവ്. ഏറ്റവും ചുരുങ്ങിയത് 8 എണ്ണമെങ്കിലും ഡിഫക്റ്റ്. അറ്റ്ലീസ്റ്റ് 8 ആർ ഡിഫക്റ്റീവ്. അറ്റ്ലീസ്റ്റ് 8 ആർ ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 8 എണ്ണമെങ്കിലും ഡിഫക്റ്റീവ്സ് ആവണം എന്ന് പറഞ്ഞാൽ 9 ആയാലും കുഴപ്പമില്ല, 10 ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 8 ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബബിലിറ്റി, 9 ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബബിലിറ്റി, 10 ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യണം. ഓക്കെ, നമുക്കതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അത് കണ്ടുപിടിക്കുക. പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് ആർ ഈക്വൽ ടു 8 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 9 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 10 ആണ്. ഇത് ഓരോന്നും പ്രത്യേകം കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. പി ഓഫ് ആർ ഈക്വൽ ടു 8 കണ്ടുപിടിച്ചാൽ 720 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 10 വരും. പി ഓഫ് ആർ ഈക്വൽ ടു 9 40 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 10. പി ഓഫ് ആർ ഈക്വൽ ടു 10 എത്രയാണ് വരുന്നത്? 1/5 റേസ് ടു 10 വരും. അപ്പോൾ പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ 761 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 10 എന്ന് വരും. ഓക്കെ, അതിലുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ദി മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്സ്. അറ്റ് ദി മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പരമാവധി 3 എണ്ണം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 3 ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഫക്റ്റീവ്സ് ആവാം. ഓക്കെ, 1 ഡിഫക്റ്റീവ് ആകാം, 2 ഡിഫക്റ്റീവ് ആകാം, 3 ഡിഫക്റ്റീവ് ആകാം. പരമാവധി 3 വരെ ഡിഫക്റ്റീവ്സ് ആവാം. 3ൽ കുറവായ കുഴപ്പമില്ല എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നർത്ഥം. ഇപ്പോൾ പി ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 0 വരെയാകാം, കുറഞ്ഞ് 0 വരെ, 0 മുതൽ 3 വരെ. പി ഓഫ് ആർ ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 3. ഇത് ഓരോ വാല്യൂവും കണ്ടുപിടിച്ച് ആഡ് ചെയ്യാം. ഓരോന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.879 എന്ന് കിട്ടും. ഓരോന്നും ഇവിടെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 0.879 എന്നാണ് ആൻസർ കിട്ടുക. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർ എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ച് ഈസ് 1/3. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് he may score century in exactly 2 matches? Second question, no match. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള സാധ്യത സാധാരണഗതിയിൽ 1/3 ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് 5 മാച്ചിൽ 2 എണ്ണത്തിൽ സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒറ്റയും സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒറ്റൊന്നിലും സെഞ്ചുറി ഇല്ല, പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 മാച്ചസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ 2 എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 5 മാച്ചസ് ആണുള്ളത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 5 ആണ്, r 2 ആണ്. ഓക്കെ, ഒരു ട്രയലിൽ പ്രോബബിലിറ്റി സെഞ്ചുറി കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. അതായത് പി 1/3 ആണ്. അപ്പോൾ ക്യൂ 2/3. ഓക്കെ, അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ 5C2 ഇൻറ്റു 1/3 സ്ക്വയർ ഇൻറ്റു 2/3 റേസ് ടു 5 - 3 എന്ന് സിംപ്ലിഫൈ ചെയ്ത് 80/243 വരും.
ഓക്കെ. ഇനി നോ മാച്ച് എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ ടു 0. ഒറ്റ ഒന്നിലും ഈ 5 മാച്ചിൽ ഒന്നിലും സെഞ്ചുറി ലഭിക്കുന്നില്ല. അതിനുള്ള പ്രോബിലിറ്റി എന്താ? 32 ഡിവൈഡഡ് ബൈ 243. ഓക്കെ. ഇനി നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി പ്രോബബിലിറ്റി മേ ബി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് രൂപത്തിലും പ്രോബബിലിറ്റി പറയാമല്ലോ. ഉദാഹരണം 5% എന്ന് പറയാം നമുക്ക്. പ്രോബബിലിറ്റി അവിടെ പ്രോബബിലിറ്റി വാല്യൂ 0.05 ആണ്. 0.05 പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് ആയി, 5% ആയി. ഓക്കെ. അങ്ങനെ പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, കൺസിഡർ ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്. 4 കുട്ടികളുള്ള ഫാമിലിയാണ് പരിഗണിക്കുന്നത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് 2 boys and 2 girls, at least 1 boy, no girls, at the most 2 girls. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പെർസെൻറ്റേജ് രൂപത്തിൽ പറയാം. അസ്യൂം ഈക്വൽ പ്രോബബിലിറ്റി ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയും ഗേളും ആകാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഒരു ബോയ് ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണെന്ന് അർത്ഥം. ഓക്കെ. അല്ലെങ്കിൽ ഗേൾ ആകാനുള്ള പ്രോബബിലിറ്റി 1/2 ആണെന്ന് അർത്ഥം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 boys and 2 girls. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boys and 2 girls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് ആർ ഈക്വൽ 2 എന്നാണ്. 2 ബോയ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 2 ഗേൾസ് ആണല്ലോ. 4 ചിൽഡ്രൻ ഉള്ളത് 2 ബോയ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗേൾ ആയിരിക്കും. അപ്പോൾ 2 boys and 2 girls എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ ഈക്വൽ 2 എന്നെടുത്താൽ മതി. ഓക്കെ. 2 boys മീൻസ് ദി റിമൈനിങ് 2 ഗേൾസ് എന്ന് അർത്ഥം. ഓക്കെ. അപ്പോൾ പി ഓഫ് ആർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ 4c2 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 4 - 2 സിംപ്ലിഫൈ ചെയ്താൽ 3/8 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ? പെർസെൻറ്റേജ് രൂപത്തിൽ പറയണം. പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വിത്ത് 2 boys and 2 girls എന്ന് പറഞ്ഞാൽ 3/8 × 100 ആണ്. 37.5%. അപ്പോൾ 37.5% ഫാമിലിയിൽ 2 ബോയ്സും 2 ഗേൾസും ഉള്ള 4 കുട്ടികളുള്ള ഫാമിലീസിനെ എടുത്തു കഴിഞ്ഞാൽ 2 ബോയും 2 ഗേളും ഉള്ള 37.5% ഫാമിലീസാണ് ഉള്ളതെന്ന് പറയും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറ്റ്ലീസ്റ്റ് 1 boy. ഏറ്റവും ചുരുങ്ങിയത് ഒരു ബോയ് എങ്കിലും വരുന്നത്. ഒരു ബോയ് എങ്കിലും വരുന്നത് 2 ബോയ് ആയാൽ കുഴപ്പമില്ല, 3 ബോയ് ആയാലും കുഴപ്പമില്ല, 4 ബോയ് ആയാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 boy ഈക്വൽ ടു പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. പി ഓഫ് ആർ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് ആർ ഈക്വൽ ടു 4. ഓക്കെ. എല്ലാം ടോട്ടൽ ചെയ്യുക. ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യും. ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുക. ഓക്കെ. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.9375 കിട്ടും എന്ന് പറഞ്ഞാൽ 93.75% ഫാമിലീസ് ഏറ്റവും അറ്റ്ലീസ്റ്റ് 1 boy ഉള്ള ഫാമിലീസ് ആണെന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെ, ഈ പ്രോബ്ലം തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. നോക്കൂ, പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ലേ, 1 അതിൽ കൂടുതലോ ബോയ് വരുന്നത്. അപ്പോൾ നമ്മൾ 1 അതിൽ കൂടുതലോ ബോയ്സ് എന്ന് പറഞ്ഞാൽ 4 ചിൽഡ്രൻ ആണുള്ളത്, 4 ബോയ് ആകുന്നത് വരെയുള്ള എടുക്കാം. ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി ഇങ്ങനെ ആവണമെന്നില്ല. ഇവിടെ നോക്കൂ, പി ഓഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ചിൽഡ്രൻ ഉള്ള ഫാമിലിയാണ്. അതിൽ 1 മുതൽ 4 വരെ എന്ന് പറഞ്ഞാൽ 0 മാത്രമേ ഒഴിവായി പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 0 മാത്രം കണ്ടുപിടിച്ച് ടോട്ടൽ പ്രോബബിലിറ്റിയായ 1ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ 1, 2, 3, 4 ഇതെല്ലാം കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0 മുതൽ 1, 4 വരെയുള്ള പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് എളുപ്പത്തിൽ ഈ ഓരോന്നും പ്രത്യേകമായിട്ട് കാണുന്ന സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി, 1 മൈനസ് പി ഓഫ് ആർ ഈക്വൽ ടു 0. അതായത് 0 ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ പരിഗണിച്ചു. 1, 2, 3, 4. അപ്പോൾ 4 കുട്ടികളുണ്ടാകുമ്പോൾ ആ ബോയ് 1, 2, 3, 4 എടുത്തു. എന്നാൽ 0 ബോയ് വരുന്നത് മാത്രമേ അവിടെ ഒഴിവായിട്ടുള്ളൂ. അപ്പോൾ 0 ബോയ് വരുന്നത് പി ഓഫ് ആർ ഈക്വൽ ടു 0 എന്നുള്ളത് കണ്ടുപിടിച്ച് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ
P of probability of at least one boy equal to 1 minus P of R equal to 0 എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 boy equal to 1 minus P of getting no boy. ഓക്കെ, അതായത് P of R equal to 0 എന്നർത്ഥം. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.9375 അല്ലെങ്കിൽ 93.75% എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതിൽ വരുന്ന മൂന്നാമത് പ്രോബബിലിറ്റി ഓഫ് ഫാമിലീസ് വിത്ത് നോ ഗേൾ, ഒറ്റ ഗേൾസും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, എല്ലാം 4 ബോയ്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫാമിലീസ് വിത്ത് 4 ബോയ്സ് എന്ന് പറഞ്ഞാൽ P of R equal to 4 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.0625 എന്ന് കിട്ടും, മീൻസ് 6.25%. അപ്പോൾ 4 ബോയ്സ് വരുന്ന 6.25% ഫാമിലീസ് ആണുള്ളതെന്ന് പറയും. ഓക്കെ, നാലാമത്തെ ആ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ദി മോസ്റ്റ് 2 ഗേൾസ്, പരമാവധി 2 ഗേൾസ് ആവുക. പരമാവധി 2 ഗേൾസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിൻ്റെ എണ്ണം 1 ആവാം, 0 ഗേൾസ് ആവാം. 0 ഗേൾസ്, 1 ഗേൾ, 2 ഗേൾസ്. ഓക്കെ, P of R equal to 0, P of 0 ഗേൾസ് എന്ന് പറയുമ്പോൾ എന്താ, 4 ബോയ് ആകുക. ഓക്കെ, 1 ഗേൾ എന്ന് പറഞ്ഞാൽ 3 ബോയ് ആകുക. 2 ഗേൾസ് എന്ന് പറഞ്ഞാൽ 2 ബോയ്സ് ആവുക. അപ്പോൾ P of R equal to 4 plus P of R equal to 3 plus P of R equal to 2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 0.6875 കിട്ടും. പെർസെൻറ്റേജ് കാണാൻ 68.75%. ഓക്കെ, നമുക്കിനി മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് നമ്പർ ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഹാവിങ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് സക്സസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാം. 2 coins are tossed 100 times. നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 2 coins are tossed എന്നായിരുന്നു. ഇവിടെ ആ 2 coins are tossed 100 times എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു 100 എന്ന് പറയുന്ന പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുക. ഓക്കെ, ഇൻ ഹൗ മെനി ടോസസ് വി മേ എക്സ്പെക്ട് 2 heads. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന 2 ഹെഡ് കിട്ടാൻ. 2 coins ടോസ് ചെയ്യുമ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഈ 2 coins ടോസ് ചെയ്യുന്നത് തന്നെ 100 times റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 coins ടോസ് ചെയ്യുമ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ച ശേഷം ആ പ്രോബബിലിറ്റിയെ ഈ 100 കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ N എന്ന് നമുക്ക് പറയാം, ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടോസിൽ നമുക്ക് 2 heads കിട്ടുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads P of R equal to 2 is equal to NC. എന്തായിരുന്നു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? NCR P raised to R Q raised to N minus R ആണ്. ഇവിടെ 2 coin ആണ്, N 2 ആണ്, ഹെഡ് കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ ആറും 2, 2C2 1/2 raised to 2 1/2 raised to 2 minus 2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും. അപ്പോൾ 100 times അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ക്യാപിറ്റൽ N കൊടുത്തിരിക്കുന്നത്. 100 × 1/4 എന്ന് പറഞ്ഞാൽ 25 ടോസിൽ നമുക്ക് 2 ഹെഡ് കിട്ടും. ഓക്കെ, അതാണ് ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് നമ്പർ ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. ഇവിടെ 25 തവണ റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ 25 ട്രയലിൽ നമുക്ക് എന്ത് കിട്ടും? 2 heads കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഒരു നമ്പർ പറയുന്നുണ്ടല്ലോ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത്രയും എണ്ണത്തിൽ നമുക്ക് ഈ 2 heads കിട്ടുമെന്ന് പറയുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി കേസസ് ഷുഡ് വി എക്സ്പെക്ട് ടു ഗെറ്റ് 6 heads ആൻഡ് 4 tails if 10 coins are simultaneously tossed 1000 times? അപ്പോൾ 10 coins ആണ് ടോസ് ചെയ്യുന്നത്. ഓക്കെ, അത് 6 heads കിട്ടുക, 6 heads ആൻഡ് 4 tails. 6 heads കിട്ടുക എന്ന് പറഞ്ഞാൽ 4 tail ആണെന്ന് ഇംപ്ലൈഡ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ 6 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടോസിൽ 6 ഹെഡ് കിട്ടും. ഓക്കെ, അപ്പോൾ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്, നമുക്ക് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 6 ആണ്. അതായത് സക്സസ് എന്ന് പറയുന്നത് 6 ആണ്. P എന്ന് പറഞ്ഞാൽ 1/2 ആണ്, Q 1/2 ആണ് നമുക്കറിയാം. അപ്പോൾ P of R equal to 6 is equal to 10C6 into 1/2 raised to 6 into 1/2 raised to 10 minus 6. സിംപ്ലിഫൈ ചെയ്ത് 210 divided by 1024 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി. എന്നാൽ ഇത് 1000 times റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര
ടോസിൽ നമുക്ക് 6 ഹെഡ്സ് കിട്ടും എന്നറിയണമെങ്കിൽ ആ പ്രോബബിലിറ്റി ഈ വാല്യൂവിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 205.078. അപ്പോൾ ഇത് പോയിൻറ്റിന് ശേഷമുള്ള 078 ആയതുകൊണ്ട് അത് ഒഴിവാക്കാം. നമുക്ക് ടോസുകളുടെ എണ്ണമാണ്, എത്ര ടോസുകളിൽ എണ്ണം. അപ്പോൾ 205. 205 തവണ നമുക്ക് 6 ഹെഡ് കിട്ടും. 1000 തവണ 10 കോയിൻ 1000 തവണ ടോസ് ചെയ്യുമ്പോൾ 6 തവണ നമുക്ക് 6 ഹെഡ് കിട്ടുന്നത് 205 ടോസുകളിൽ 6 ഹെഡ് കിട്ടും. ക്ലിയർ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടേക്ക് 100 സെറ്റ്സ് ഓഫ് 10 ടോസസ് ഓഫ് എൻ അൺബയാസ്ഡ് കോയിൻ. In how many cases do you expect to get 6 heads and 4 tails? അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അവിടെ നമ്മൾ ആ ടോസുകളുടെ എണ്ണം 1000 ആയിരുന്നു, ഇവിടെ എത്രയാണ് 100 ആണ് എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ചെയ്തതുപോലെ നേരത്തെ 205 കിട്ടിയിരുന്നു, ഇവിടെ 20.5 ആണ് വരുന്നത്, അതായത് 21 കേസസ്. ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ആ നോക്കാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, അതായത് അറ്റ്ലീസ്റ്റ് 9 ഹെഡ്സ്, ഏറ്റവും ചുരുങ്ങിയത് 9 ഹെഡ്സ് എങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ 10 ഹെഡ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ P of R equal to 9ഉം P of R equal to 10ഉം അത് രണ്ടുമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, P of R equal to 9 plus P of R equal to 10 അത് രണ്ടും കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യുക. പ്രോബിലിറ്റി 11/1024 വരും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.07. അപ്പോൾ 1 കേസ്. അപ്പോൾ ഒരൊറ്റ ടോസിലാണ് നമുക്ക് 9 ഹെഡ്സ്, ഏറ്റവും ചുരുങ്ങിയത് 9 ഹെഡ്സ് കിട്ടുക. 9 ഹെഡ്സോ 10 ഹെഡ്സോ കിട്ടുന്നത് ഒരൊറ്റ കേസിലേ ഉള്ളൂ എന്ന് പറയാം. ഓക്കെ, ഈ കാര്യങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.